fire or ambulance? Yes, hello? Do you need police, fire or ambulance? Okay, Mr. Jackson, what's happening? Please calm down, miss. Where you are and what's happening? Okay, please stay calm. You're at the station. Which station are you at? Yes, are you there? Which station are you at? Hello? Hello, miss? Hello, are you there? Miss? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2011 പുറത്തിറങ്ങിയ ഒരു ഓസ്ട്രേലിയൻ ഹൊറർ ത്രില്ലർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ ടണൽ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു മിസ്റ്ററി ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന വലിയ നഗരത്തിലെ ജലക്ഷാമവും വരൾച്ചയെക്കുറിച്ചുള്ള ന്യൂസ് കാണിച്ചാണ് ചിത്രം തുടങ്ങുന്നത്. ഒരു 10 മാസമായിട്ട് അവിടെ ഭയങ്കര ജലക്ഷാമമാണ്. ജലസംഭരണികളൊക്കെ ഏകദേശം വറ്റി തുടങ്ങി. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാണ്. അതായത് ആ സിറ്റിക്കടിയിലെ അബാൻഡൻ ആയിട്ടുള്ള വലിയൊരു തുരങ്കമുണ്ട്. അതിനകത്ത് കുറെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കെട്ടിക്കിടക്കുന്ന വെള്ളം റീസൈക്കിൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ആ ടണലിനകത്ത് ഒരു റീസൈക്ലിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു. ജലക്ഷാമം കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രോജക്റ്റ് ഉപകാരപ്പെടുമായിരിക്കും. പക്ഷേ ആ ടണലിനകത്ത് ഒരുപാട് പാവങ്ങൾ താമസിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പ്രോജക്റ്റിന്റെ പേരും പറഞ്ഞ് വർഷങ്ങളായിട്ട് അതിനകത്ത് താമസിക്കുന്നവരെ പുറത്താക്കിയാലേ അവരൊക്കെ പിന്നെ എങ്ങോട്ട് പോകും? അതിന് ഈ പ്രോജക്റ്റ് തയ്യാറാക്കിയ മിനിസ്റ്റർ പറയുന്നത് ആ ടണലിനകത്ത് അങ്ങനെ ആരും തന്നെ താമസിക്കുന്നില്ല, അതൊക്കെ പച്ച കള്ളമാണെന്നാണ്. സത്യത്തില് ആ ടണലിനകത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. എന്നാൽ അവരെയൊക്കെ ഗവൺമെന്റ് ആരും തന്നെ അറിയാതെ തുരങ്കത്തിൽ നിന്ന് ഓടിച്ചു വിട്ടതാണ്. ഇങ്ങനെ ഒരു വശത്ത് റീസൈക്ലിംഗ് പ്ലാന്റിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് അതിനെതിരെ എതിർപ്പുകൾ വളരെ ശക്തമായി. അങ്ങനെ തന്നെ ഗവൺമെന്റിന് ആ ഒരു പ്രോജക്റ്റ് പാതി വഴിക്ക് തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതെന്തിനായിരിക്കും ഗവൺമെന്റ് പെട്ടെന്ന് ആ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്തത്? അതിന്റെ കാരണങ്ങളൊന്നും ഗവൺമെന്റ് ജനങ്ങളോട് പറയുന്നില്ല. എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് വെള്ളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് സ്ട്രോങ് ആയി നിന്നിരുന്ന മിനിസ്റ്റർ പെട്ടെന്ന് എന്തിനായിരിക്കും തന്റെ തീരുമാനം മാറ്റിയത്? ഇതൊക്കെ ചിന്തിച്ച് ആകെ കൺഫ്യൂസ്ഡ് ആയ ഒരു ജേർണലിസ്റ്റ് നമ്മുടെ ഈ ചിത്രത്തിലെ കഥാനായിക നറ്റാഷ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സത്യത്തിലെ ഈ പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്തതിന്റെ പ്രധാന കാരണം നറ്റാഷയും അവളുടെ ടീമും ചേർന്ന് കണ്ടെത്തിയതിനു ശേഷം അവള് മറ്റൊരു TV ചാനലിന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ക്യാമറാമാൻ ആയിട്ടുള്ള സ്റ്റീവും ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഇന്റർവ്യൂയിലൂടെയാണ് ആ തുരങ്കത്തിനുള്ളിലെ മിസ്റ്ററിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ഒരു കഥ തുടങ്ങുന്നത് 2007 ഒക്ടോബർ 7-നാണ്. അന്ന് നതാഷയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഓഫീസിലെ അവളുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എല്ലാവരും ഒത്തിരി ഹാപ്പിയാണ്. നതാഷയുടെ ഓഫീസിലെ കുറച്ചു പേരെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ ബോസ് ആണ് മിസ്റ്റർ ജോൺ, TV ക്യാമറമാൻ സ്റ്റീവ്, സൗണ്ട് എഞ്ചിനീയർ ജിം, പിന്നെ പ്രൊഡ്യൂസറായ പീറ്റർ. സ്റ്റീവ്, ജിം, പീറ്റർ ഇവര് 3 പേരും ഒരുപാട് വർഷങ്ങളായി ഈ ഒരു ന്യൂസ് ചാനലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ നമ്മുടെ നായിക വെറും 2 വർഷമായിട്ടുള്ളൂ ഈ ചാനലിലേക്ക് ജോലിക്ക് വന്നിട്ട്. എന്നാൽ പ്രൊഡ്യൂസറായ പീറ്ററിന് നറ്റാഷയോട് ചെറിയൊരു ഇഷ്ടമുണ്ട്. ഒരുപാട് നാളായിട്ട് അവൻ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ അവളാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടും ഒന്നും അറിയാത്തതുപോലെ ഒഴിഞ്ഞു മാറി നടക്കുകയാണ്. കാരണം ആദ്യം ഈ ഫീൽഡിലൊന്ന് പച്ച പിടിക്കട്ടെ, ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലെ നല്ല നല്ല അസൈൻമെന്റ്സ് ഒക്കെ കിട്ടണം, ഒത്തിരി ഫേമസ് ആവണം, എന്നിട്ട് നോക്കാമെന്ന തീരുമാനത്തിലാണ് നറ്റാഷ. അടുത്ത സീൻ ഒക്ടോബർ 10-ാം തീയതിയിലെ കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ കാണിക്കുന്നത്. നറ്റാഷ ആ ടണലിനെ കുറിച്ച് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമെന്നറിയാനായിട്ട് യൂട്യൂബിൽ തപ്പി നോക്കുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു വീഡിയോ കണ്ടെത്തി. അതും അബാൻഡൻ ആയ സിറ്റിക്കടിയിലെ ആ ടണലിനകത്തെ വീഡിയോ. 3 ചെറുപ്പക്കാര് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ആ ടണലിനകത്തേക്ക് പോയി. പക്ഷേ കൂട്ടത്തിലെ ആ പെൺകുട്ടി ഇരുട്ടത്ത് എന്തോ വിചിത്രമായ രൂപത്തെ കണ്ട് ആകെ പേടിച്ചു കരയാൻ തുടങ്ങി. ആ പയ്യനാണെങ്കിൽ ആ ടണലിനകത്ത് താമസിക്കുന്ന ആരെങ്കിലും ആവൂന്ന് പറഞ്ഞ് അവരെയും ചീത്ത വിളിച്ചോണ്ട് ഇരുട്ടിലേക്ക് നടന്നുപോയി. പിന്നാലെ തന്നെ പേടിച്ചു കരഞ്ഞോണ്ട് ആ പെൺകുട്ടിയും. എന്നാൽ പിന്നീട് കേൾക്കുന്നത് അവരുടെ 2 പേരുടെയും അലറി വിളിച്ചുള്ള കരച്ചിലും മാത്രമാണ്. ഈ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തോണ്ടിരുന്ന പയ്യൻ ജീവനം കൊണ്ട് ആ ടണലിനകത്ത് നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. ആ 2 ചെറുപ്പക്കാർക്കും എന്ത് പറ്റിയെന്ന് ആർക്കും തന്നെ അറിയില്ല. ഇങ്ങനെയാണ് ആ ഒരു യൂട്യൂബ് വീഡിയോ അവസാനിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടത് മുതൽ നറ്റാഷയ്ക്ക്
ആ ടണലിനകത്ത് എന്തായിരിക്കും, അവർക്ക് എന്തായിരിക്കും സംഭവിച്ചത്, ഇങ്ങനെയുള്ള ചിന്തകള് അവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് തുടങ്ങി. അതുകൊണ്ട് തന്നെ ആ തുരങ്കത്തിലേക്ക് പോയി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ചാനലിന് നല്ല റീച്ച് ആയിരിക്കും എന്ന് പറഞ്ഞ് ഒരു വിധത്തില് നറ്റാഷ ബോസിനെ കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാനായിട്ട് സമ്മതിപ്പിക്കുകയാണ്. ക്യാമറമാൻ ആയിട്ടുള്ള സ്റ്റീവ്, ജിം, പിന്നെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള പീറ്റർ, ഇവര് 3 പേരും നറ്റാഷയുടെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അറിഞ്ഞ് ആകെ ഷോക്ക് ആയിട്ടിരിക്കുകയാണ്. അവർക്കതിന് തീരെ താല്പര്യമില്ല. കാരണം അവര് ചൈനയിലേക്ക് പോയി മറ്റൊരു പ്രോജക്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഇപ്പോ നറ്റാഷ കാരണം അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഏതോ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവാനായിട്ട് ഇവൾക്ക് എന്താ വട്ടാണോ? സത്യം പറഞ്ഞ ആ വീഡിയോ കണ്ട ഒരു പേടിയൊക്കെ തോന്നും, ഓക്കെ. പക്ഷേ അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങനൊരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് മണ്ടത്തരമല്ലേ? അതും ഗവൺമെന്റ് പോലും തിരിഞ്ഞു നോക്കാത്ത അബാൻഡൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്. പീറ്റർ ആണെങ്കിൽ ചൈന ട്രിപ്പ് ക്യാൻസൽ ആയതറിഞ്ഞ് ബോസിന്റെ ക്യാബിനിലേക്ക് ചെന്നിട്ട് വഴക്കായി ആകെ ബഹളം. നറ്റാഷയ്ക്ക് തീരെ താല്പര്യമില്ല പീറ്ററിനെ കൂടെ കൂട്ടാനായിട്ട്. അവനെ ബുദ്ധിമുട്ടിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. അങ്ങനെ പീറ്റർ 2-3 ദിവസം എടുത്ത് ആ ടണലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം അതിനകത്ത് പെട്ടുപോകാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടായിരിക്കാം മിനിസ്റ്റർ പെട്ടെന്ന് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? അതിന്റെ സത്യം അറിയാനായിട്ട് അവർ ഒരുപാട് ശ്രമിച്ചിരുന്നു. അങ്ങനെയാണ് പീറ്റ് ആ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുന്നത്. ഗവൺമെന്റ് ഇത് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. ആ തുരങ്കത്തിനകത്ത് താമസിച്ചിരുന്നവരെ തുടർച്ചയായിട്ട് കാണാതായിരുന്നു. അവരെങ്ങോട്ട് പോയി, അവർക്ക് എന്താണ് സംഭവിച്ചത്, ഇതൊക്കെ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം. ഈ ഒരു കാര്യം നറ്റാഷ മിനിസ്റ്ററോട് ചെന്ന് തിരക്കുമ്പോ പുള്ളിക്കാരൻ അതിനൊന്നും മറുപടി പറയാൻ തയ്യാറല്ല. വേഗം തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഓടിക്കളഞ്ഞു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിന് പിന്നിലെ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് നറ്റാഷയ്ക്കും അവളുടെ ടീമിനും മനസ്സിലായി. അല്ലാതെ പിന്നെ ആ ടണലിനകത്ത് താമസിച്ചിരുന്നവരൊക്കെ എവിടെ പോയി? കുറച്ചുപേരൊക്കെ ആളുകളെ കാണാതാവുന്നു എന്ന് മനസ്സിലാക്കി ഇപ്പോ റോഡ് സൈഡിലാണ് അന്തി ഉറങ്ങുന്നത്. അവരാരും തന്നെ ഇപ്പോ എത്ര തണുപ്പായാലും മഴയായാലും തിരിച്ച് ആ ടണലിനകത്തേക്ക് പോകാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഇതിന്റെയൊക്കെ സത്യങ്ങൾ അറിയാൻ നറ്റാഷ ആ ടണലിനകത്ത് താമസിച്ചിരുന്ന ഒരു മുത്തച്ഛനെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ താമസിക്കാനായിട്ട് ആ ടണല് തന്നെ തെരഞ്ഞെടുത്തത്? മുത്തച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പൊ എവിടെയാണ്? അവർക്ക് എന്താ സംഭവിച്ചത്? ഈ ചോദ്യങ്ങളൊക്കെ കേട്ടതും മുത്തച്ഛന്റെ മുഖഭാവം തന്നെ ആകെ മാറിപ്പോയി. നറ്റാഷയ്ക്കാണെങ്കിൽ ആ ടണലിനകത്ത് അങ്ങനെ എന്താണെന്നറിയാനായിട്ട് മുത്തശ്ശനോട് അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. മുത്തശ്ശനാണെങ്കിൽ താൻ കണ്ട കാര്യങ്ങള് അത് അവരോട് പറയാനുള്ള ധൈര്യമില്ല. ആകെ തകർന്നു പോയി കരയാൻ തുടങ്ങി. ആകെ പേടിച്ചു കരഞ്ഞ് പുറത്തേക്കോടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു കണക്കിന് അവര് മുത്തശ്ശനെ സമാധാനപ്പെടുത്തി. എന്നാൽ മുത്തശ്ശൻ ആ ടണലിനകത്ത് കണ്ട കാര്യങ്ങള് അവർക്ക് ചോദിച്ചറിയാനായിട്ട് കഴിഞ്ഞില്ല. അതിനുശേഷം നറ്റാഷ NSW ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോൺ ചെയ്ത് ആ തുരങ്കത്തിലേക്ക് പോയി വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിറ്റ് ചോദിക്കുമ്പോൾ അവരതിന് സമ്മതിക്കില്ല. അത് റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, അങ്ങോട്ട് ആരെയും കടത്തിവിടില്ല എന്ന് പറഞ്ഞ് ആ സ്ത്രീ വേഗം തന്നെ ഫോൺ കട്ടാക്കി. അങ്ങനെ എന്തു വന്നാലും മിസ്റ്റർ ജോൺ അവരുടെ ബോസ് നോക്കിക്കോളും, നമുക്ക് ആ ടണലിനകത്തേക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ നറ്റാഷ തന്റെ ടീമിനെയും കൊണ്ട് ഒക്ടോബർ 20-ാം തീയതി രാത്രി 10:30 അവർ ആ സബ്വേയിലെത്തി. എന്നാൽ പെർമിറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സെക്യൂരിറ്റി ഗാർഡ് അവരെ അതിനകത്തേക്ക് കയറ്റിവിട്ടില്ല. നറ്റാഷ അയാൾക്ക് കുറച്ച് പണം കൊടുത്തു നോക്കി, എന്നാലും അതിന് അയാൾ തയ്യാറായില്ല. നറ്റാഷയും അവളുടെ ടീമാണെങ്കിൽ ഈ ഒരു മെട്രോ സ്റ്റേഷന്റെയും പിന്നെ ആ തുരങ്കത്തിന്റെയും ഫുൾ ഡീറ്റെയിൽസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അവര് ആ തുരങ്കത്തിലേക്ക് പോവാനായിട്ട് മറ്റൊരു വഴി കണ്ടെത്തി. അവിടെ സെക്യൂരിറ്റി ഗാർഡ് ഇല്ല, പക്ഷേ CCTV ക്യാമറ ഉണ്ടായിരുന്നു. തുരങ്കത്തിനകത്തേക്കുള്ള ഗേറ്റ് അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. നറ്റാഷയ്ക്കാണെങ്കിൽ ഇന്ന് തന്നെ അതിനകത്തേക്ക് പോയേ പറ്റൂ. കാരണം പെർമിറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് അവൾക്കറിയാം. അങ്ങനെ ഒരു വിധത്തിൽ അവർ ആ ഗേറ്റ് ഒക്കെ തുറന്ന് അതിനകത്തേക്ക് കയറി. ടണലിന്റെ പല ഭാഗങ്ങളിലെ ലൈറ്റ് ഉണ്ടെങ്കിലും മറ്റു ചില ഭാഗങ്ങള് മൊത്തം ഇരുട്ടാണ്. അതായത് ടണലിനകത്തെ തടാകത്തിലേക്ക് പോകുന്ന വഴിക്ക്. ഇവരത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം റീസൈക്ലിങ്ങിന്റെ പ്രോസസ്സൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നതല്ലേ. അവരുടെ കയ്യിൽ ഇപ്പോ 2 ടോർച്ചും പിന്നെ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റും മാത്രമേ ഉള്ളൂ. പീറ്റാണെങ്കിൽ ഇതിനകത്ത് പെട്ടുപോവാതിരിക്കാനായിട്ട് ടണലിന്റെ മാപ്പ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. ഏതാണ് എൻട്രൻസ്, എക്സിറ്റ് ഇതൊക്കെ ആ മാപ്പില് മാർക്ക് ചെയ്തിരുന്നു. പക്ഷേ കയ്യിലുള്ള മാപ്പും ഇപ്പോ ഇവരീ വന്നു നിൽക്കുന്ന വഴികളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആ മാപ്പില് തടാകത്തിലേക്ക് പോവാനായിട്ട് ഒരേ ഒരു വഴി മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെയാണെങ്കിൽ 2-3 ഭാഗത്തേക്കായിട്ട് വഴികളുണ്ട്. അതായത് ആ മാപ്പിലുള്ള പോലെയല്ല ഈ ഒരു ടണല് നിർമ്മിച്ചിരിക്കുന്നത്. വഴിയറിയാതെ ഇനി മുന്നോട്ട് പോയാല് ശരിക്കും അതിനകത്ത് പെട്ടുപോകും. പീറ്റ് എന്താ ചെയ്യാന്ന് വെച്ചാല് ആ മാപ്പില് ലേക്കിന്റെ ദിശ നോക്കി അവരെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് ചെന്ന് നോക്കുമ്പോ ആ ടണലിനകത്ത്
പഴയൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അത് 1-ാം ലോക മഹായുദ്ധ സമയത്താണ് നിർമ്മിച്ചത്. എന്നാൽ പിന്നീട് ഈ റെയിൽവേ സ്റ്റേഷൻ 2-ാം ലോക മഹായുദ്ധ സമയത്ത് പട്ടാളക്കാരുടെ ഷെൽട്ടർ ആയിരുന്നു, അവർക്ക് ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് അവർക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ടണലിനകത്തുണ്ടായിരുന്നു. വെള്ളം, ഭക്ഷണം, കറണ്ട്, ആയുധങ്ങള്, അങ്ങനെയെല്ലാം. പിന്നീട് ഗവൺമെന്റ് ഓരോരോ പ്രോജക്റ്റിന്റെ പേരും പറഞ്ഞ് അതിനകത്ത് വേറെ ചില ഫെസിലിറ്റീസ് ഒക്കെ കൊണ്ടുവന്നിരുന്നു. പറഞ്ഞു വന്ന ഒരു മനുഷ്യന് താമസിക്കാൻ അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവരാ കാഴ്ചകളൊക്കെ പകർത്തി 1 മണിക്കൂറിലധികം അവരാ തുരങ്കത്തിലൂടെ നടന്ന് ആ ടണലിനകത്ത് ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തെത്തി. മിനിസ്റ്റർ എന്താ പ്രസിനോട് പറഞ്ഞത്? ആ തുരങ്കത്തില് ആളുകളൊന്നും താമസിക്കുന്നില്ല, ആരെയും കാണാതായിട്ടില്ല എന്നാണ്. എന്നാൽ ഇതൊക്കെ ആളുകൾ ഇവിടെ താമസിച്ചിരുന്നതിന്റെ തെളിവുകളാണ്. അപ്പോ മിനിസ്റ്റർ പബ്ലിക്കിനോട് കള്ളം പറഞ്ഞതാണ്. ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു എന്നത് സത്യമായിരുന്നു എന്ന് നതാഷ ക്യാമറ നോക്കി പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ പുറം ലോകത്തെ അറിയിക്കണം, മിനിസ്റ്റർ പറഞ്ഞത് കള്ളാണെന്ന് തെളിയിക്കാനായിട്ട്. പക്ഷേ ഈ ഒരു തെളിവ് മാത്രം പോരല്ലോ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് നതാഷ ആ മുറിക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, അതുവഴി താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവരെ തെരഞ്ഞു വന്ന ആ ഒരു ലേക്ക് കണ്ടെത്തി. അപ്പോ പറഞ്ഞു കേട്ടത് കെട്ടുകഥയല്ല, സത്യത്തിലെ അതിനകത്ത് തടാകത്തിനേക്കാൾ വലിപ്പത്തിലുള്ള വലിയൊരു ജലസംഭരണി ഉണ്ടായിരുന്നു. അവരെല്ലാവരും അത് കണ്ടാകെ അന്തം വിട്ട് നിൽക്കാണ്. ഈ ഒരു സന്തോഷത്തിലെ ക്യാമറമാൻ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് ജിമ്മിനെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ജിമ്മാകെ പേടിച്ചുപോയി. എന്നെ കളിയാക്കിയതൊക്കെ മതി, എന്തായാലും ഇപ്പൊ വന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തില്ലേ, നമുക്കെന്നാ വീട്ടിലേക്ക് തിരിച്ചു പോയാലോ എന്ന് ജിം അവരോട് ചോദിക്കുമ്പോ നതാഷ അതിന് തയ്യാറായി. നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞ് അവരെ 3 പേരെയും ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട്. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര ദൂരം വന്നതല്ലേ, നമുക്ക് ഇതൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം, അതാവുമ്പോ ഈ ടണല് കാണാത്തവർക്കും ഇതിനെ കുറിച്ച് അറിയാലോ. നതാഷ ക്യാമറ നോക്കിയിട്ട് ആ തടാകത്തെ കുറിച്ച് വർണ്ണിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ജിമ്മിന് അവന്റെ ഹെഡ്ഫോണില് ആരും അവനോട് സംസാരിക്കുന്നത് പോലെ, അത് പീറ്റാണെന്ന് കരുതി അവൻ അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അവിടെ നതാഷ അല്ലാതെ മറ്റാരും തന്നെ സംസാരിക്കുന്നില്ല. പിന്നെ അതിനകത്ത് അത്രയും സൈലൻസ് ആണ്. ആ ഒരു ലേക്കിന്റെ ഭാഗം ഷൂട്ട് ചെയ്ത് തീരുന്നത് വരെ അമാനുഷികമായ മറ്റേതൊരു ശബ്ദം ജിമ്മിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നു. ചിലപ്പോ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിയുടെ എന്തെങ്കിലും പ്രശ്നമാവൂന്ന് പറഞ്ഞ് അവർ ഈ ഒരു കാര്യം അത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. അങ്ങനെ തടാകത്തിന്റെ വീഡിയോ എടുത്ത് അവര് തൊട്ടടുത്തുണ്ടായിരുന്ന ബെൽ റൂമിലേക്ക് പോയി. 2-ാം ലോക മഹായുദ്ധ സമയത്ത് പട്ടാളക്കാരെ വോൺ ചെയ്യാനാണ് ഈ ഒരു ബെല്ല് യൂസ് ചെയ്തിരുന്നത്. ഈ ഒരു ബെല്ല് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ പോലും ഈ ടണലിന്റെ എല്ലാ ഭാഗത്തേക്കും ശബ്ദം കേൾക്കാം. നതാഷ ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്ത് ആ ബെല്ല് തട്ടിയതും ജിമ്മിന് ആ ശബ്ദം അത്ര അടുത്ത് നിന്ന് റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ആ ബെല്ലിന്റെ ശബ്ദമല്ലാതെ മറ്റേതൊരു ശബ്ദം അവനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരുന്നു. അതെ, ഞാൻ ഇത്ര ദൂരെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ ജിം തന്റെ ഹെഡ്ഫോൺ അത് സ്റ്റീവിന് കൊടുത്ത് തൊട്ടടുത്ത മുറിയിലേക്ക് പോവാണ്, ഈ ഒരു ബെല്ലിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്. നതാഷ ആ ബെല്ലടിച്ചതും സ്റ്റീവിനെ ആ ബെല്ലിന്റെ ശബ്ദമല്ലാതെ മറ്റെന്തോ അമാനുഷികമായ ശബ്ദമാണ് കേൾക്കുന്നത്. ആ ഒരു ശബ്ദം കേട്ട് സ്റ്റീവ് അങ്ങനെ പകച്ചിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് തൊട്ടടുത്ത മുറിയിലെ ജിമ്മിന്റെ മൈക്കിന്റെ വയറ് പെട്ടെന്ന് ആരോ വലിച്ചോണ്ട് പോയി. ആകെ പേടിച്ചുപോയി അവര് 3 പേരും ജിമ്മിന് എന്താ പറ്റിയെന്നറിയാനായിട്ട് തൊട്ടടുത്ത മുറിയിലേക്ക് ഓടിച്ചെന്നെങ്കിലും ജിമ്മിനെ അവിടെ ഒന്നും കാണാനില്ല. അവര് ജിമ്മിനെ അതിനകത്ത് മുഴുവൻ തെരഞ്ഞു നോക്കിയെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോ നതാഷ പറയും, അവൻ നമ്മളെ പറ്റിക്കാണ്, നമ്മളെ പേടിപ്പിക്കാനായിട്ട്. ജിം അങ്ങനെ അവരെ പ്രാങ്ക് ചെയ്തതാണെങ്കിലേ അത് സ്റ്റീവ് അറിയില്ലേ. ജിം അവനോട് ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഈ ഒരു ഇന്റർവ്യൂ സമയത്ത് നതാഷ ആദ്യമായിട്ടാണ് ജിം റെക്കോർഡ് ചെയ്ത ആ ബെല്ലിന്റെ ശബ്ദം കേൾക്കുന്നത്. അതായത് ആ റെക്കോർഡിങ്ങിലെ ജിമ്മിനെ എന്തോന്ന് ആക്രമിക്കുന്നതും അവൻ ജീവനു വേണ്ടി പെടയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഇതവൻ പ്രാങ്ക് ചെയ്തതാണെങ്കിലേ ഒച്ചത്തില് കരഞ്ഞ് ബഹളം വെക്കാം അവരെ ഭയപ്പെടുത്താനായിട്ട്. എന്നാൽ അവനൊന്ന് ഒച്ച വെക്കാൻ പോലും കഴിയാതെ വേദന കൊണ്ട് ഞെരിപിരി കൊള്ളുന്നത് പോലെയാണ് അതിൽ റെക്കോർഡായിരിക്കുന്നത്. ആ റെക്കോർഡിംഗ് കേട്ട് നതാഷയുടെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. തിരിച്ച് ടണലിലേക്ക് വരുമ്പോ ജിമ്മിനെ കാണാതെ അവര് കുറെ ദൂരം അവനെ തെരഞ്ഞു നടന്നിരുന്നു. അപ്പോഴേക്കും ക്യാമറയുടെ ബാറ്ററി തീർന്നുപോയി, അതിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫായി. ഇനി സ്റ്റീവിന്റെ കയ്യിലെ 2 ബാറ്ററി മാത്രമേ ഉള്ളൂ. അതൊരു 2-3 മണിക്കൂർ വരെ നിൽക്കും. അതുകൊണ്ട് ഇനി ജിമ്മിനെ തെരഞ്ഞു പോവാനായിട്ട് അവർക്ക് ഇനിയും വെട്ടം വേണമെന്ന് പറഞ്ഞ് അവര് ബാഗും മറ്റു സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ബെഡ്റൂമിലേക്ക് ഓടി. അവര് ജിമ്മിനെ തെരയുന്ന തിരക്കില് ബാഗൊന്നും എടുത്തിരുന്നില്ലല്ലോ. അവരങ്ങനെ ബെഡ്റൂമിലേക്ക് തിരിച്ചു ചെല്ലുമ്പോ ആ മുറിയിലെ അവരുടെ ബാഗ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആരും എടുത്തോണ്ട് പോയിരുന്നു. ഇപ്പോ വെട്ടത്തിനായിട്ട് 2 ബാറ്ററി, 2 ടോർച്ച്, പിന്നെ പീറ്റിന്റെ കയ്യിലെ ഒരു നൈറ്റ് വിഷൻ ക്യാമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ജിം അവരെ പ്രാങ്ക് ചെയ്തതല്ല, ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. നതാഷ ആകെ പേടിച്ച് കരയാൻ തുടങ്ങി.
പീറ്റ് മാപ്പ് നോക്കി ഒത്തിരി ദൂരം ജിമ്മിനെ തെരഞ്ഞ് മുന്നോട്ട് പോയെങ്കിലും ഇവര് എത്രയൊക്കെ മുന്നോട്ട് പോയാലും പിന്നെയും വന്നു നിൽക്കുന്നത് ഒരേ സ്ഥലത്താണ്. അവര് ഒരേ സ്ഥലത്ത് തന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരുന്നു. നട്ടാഷയാണെങ്കിൽ എനിക്കാകെ പേടിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്ത് ആകെ തളർന്നിരുന്നു. ഈ ഒരു സമയത്ത് പീറ്റ് പറയും, ചിലപ്പോ അവൻ നമ്മളെ തെരഞ്ഞ് തടാകത്തിന്റെ അടുത്തേക്ക് ഓടിക്കാണണം. ഇത് കേട്ട് സ്റ്റീവിന് വല്ലാതെ ദേഷ്യം വന്നു. അതെങ്ങനെ ഈ ഇരുട്ടത്ത് അവൻ തടാകത്തിന്റെ അടുത്തേക്ക് പോവോ? നമ്മൾ തന്നെ ഇത്രയും വെളിച്ചം ഉണ്ടായിട്ട് ഇവിടെ തന്നെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഒരു കാര്യം പറഞ്ഞ് സ്റ്റീവും പീറ്റും തമ്മിൽ തർക്കിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഒരു സമയത്താണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട് അവരാകെ പേടിച്ചുപോയി. ചിലപ്പോ അത് ജിമ്മായിരിക്കും എന്ന് പറഞ്ഞ് അവര് അലറി അടിച്ചോണ്ട് അങ്ങോട്ട് ഓടിച്ചെല്ലുമ്പോ അവിടെയുള്ള മുറിയിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേട്ടത്. അവരെങ്ങനെയൊക്കെയോ ഷീറ്റ് കൊണ്ട് മറച്ചിരുന്ന ആ മുറി തുറന്ന് അതിനകത്തേക്ക് കയറി. ആ മുറിക്കകത്തേക്ക് കയറുന്നതിന് മുൻപ് നട്ടാഷ തന്റെ കയ്യിലുണ്ടായിരുന്ന നൈറ്റ് വിഷൻ ക്യാമറ അത് മുറിക്ക് വെളിയിൽ വെച്ചിരുന്നു. അവര് ജിമ്മ മുറിക്കകത്ത് ഒളിച്ചിരിക്കുകയായിരിക്കും എന്ന് കരുതി അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോ ആ മുറി നിറയെ ബ്ലഡ് ആണ്. പിന്നെ ഒരു മൂലയ്ക്ക് ജിമ്മിന്റെ ടോർച്ച് ലൈറ്റും കിടക്കുന്നുണ്ടായിരുന്നു, രക്തക്കറിയായിട്ട്. ഇതൊരിക്കലും ജിമ്മിന്റെ ബ്ലഡ് അല്ല, അവനൊന്നും പറ്റിക്കാണില്ല എന്ന് പറഞ്ഞ് സ്റ്റീവ് ആകെ തകർന്നുപോയി. അവരെല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് നട്ടാഷ, ഞാൻ എന്റെ ക്യാമറ പുറത്ത് വെച്ചിരിക്കുക, ഞാനത് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ് മുറിക്ക് വെളിയിലേക്ക് ചെന്നെങ്കിലും അവള് വെച്ചിരിക്കുന്ന സ്ഥലത്തല്ല ക്യാമറ ഇപ്പൊ ഇരിക്കുന്നത്. അതിന്റെ സ്ഥാനം മാറിയിരുന്നു. അത് അവള് പീറ്ററിനോട് പറയുന്നുണ്ട്. ആകെ കൺഫ്യൂസ് ആയ അവർ ആ നൈറ്റ് വിഷൻ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുമ്പോ ആ ഡോറ് തുറക്കാനാണ് നട്ടാഷ ക്യാമറ വെളിയിൽ വെച്ചത്. എന്നിട്ട് അവര് ഓരോരുത്തരായിട്ട് ആ മുറിക്കകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ആ ഒരു സമയത്ത് എന്തോ ഒന്ന് ആ ക്യാമറ എടുത്ത് മുറിക്ക് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവര് പേടിച്ചരണ്ട് നിൽക്കുന്നതൊക്കെ ആരോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കിനി അധിക നേരം ഇതിനകത്ത് നിൽക്കണ്ട, നമുക്ക് പോവാന്ന് പറഞ്ഞ് പീറ്റ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആ ഒരു സെക്കൻഡില് വെറും ഒരു സെക്കൻഡ് കൊണ്ട് അത് ആ ക്യാമറ താഴെ വെച്ച് അവിടെ നിന്ന് ഓടിപ്പോയി. ആ ഒരു സമയത്ത് അതിന്റെ രൂപം ചെറുതായിട്ടൊന്ന് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതത്ര വ്യക്തമല്ലെങ്കിലും ആ രൂപത്തെ കണ്ടാൽ ആരായാലും പേടിക്കും. അതും ഈ ഒരു അവസ്ഥയിലെ, അതായത് ആളുകളെ കൊല്ലുന്ന ഒരു ക്രീച്ചർ ഈ ടണലിനകത്ത് മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഇവർക്കിപ്പോ മനസ്സിലായി. ഇനിയും ഇതിനകത്ത് നിൽക്കുന്നത് അത്ര സേഫ് അല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാന്ന് നട്ടാഷയും പീറ്റും പറയുന്നുണ്ടെങ്കിലും സ്റ്റീവ് അതിന് തയ്യാറല്ല. ജിം അവനെ ഒരു സഹോദരനെ പോലെയായിരുന്നു. ഇത്രയും വർഷം അവരൊരുമിച്ചാണ് ജോലി ചെയ്തത്. അവനില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ സ്റ്റീവ്, ഞാൻ വരില്ല, നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ പീറ്റ് അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതിപ്പോ വാശി പിടിക്കാനുള്ള സമയമല്ല, ഇപ്പോ നമ്മൾ 3 പേർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്കാദ്യം പുറത്തേക്ക് രക്ഷപ്പെട്ട് സഹായത്തിനായിട്ട് ആരെങ്കിലും കൊണ്ടുവരാം, ജിമ്മിനെ നമുക്ക് തന്നെ തെരഞ്ഞ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് ഒരു വിധത്തിലെ പീറ്റ് സ്റ്റീവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ കുറച്ച് മുന്നോട്ട് ചെന്നതും നട്ടാഷ പറയും, നമ്മള് മുകളിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും ജിമ്മിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഈ ഒരു കാര്യം കേട്ട് പീറ്റിന് കാര്യം മനസ്സിലായി. നീ ജിമ്മിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് കരുതിയല്ലോ, ഇപ്പോ ആ നൈറ്റ് വിഷൻ ക്യാമറയിലെ ഒരു അമാനുഷികമായ രൂപം പതിഞ്ഞിരുന്നില്ലേ, അതെന്താണെന്ന് കണ്ടെത്തണം. അതെ, നിനക്ക് വട്ടാന്ന് പറഞ്ഞ് പീറ്റ് അതിന് തയ്യാറായില്ല. അങ്ങനെ കുറച്ചു ദൂരം കൂടി അവര് മുന്നോട്ട് ചെന്നു. അപ്പോഴാണ് ആ ഇരുട്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരോ അവരുടെ അടുത്തേക്ക് നടന്നു വരുന്നത് പോലെ. ഇവരങ്ങനെ പേടിച്ചു വരച്ച് നിൽക്കുന്ന സമയത്താണ് ഒരാള് ടോർച്ചായിട്ട് അവരുടെ അടുത്തേക്ക് വരുന്നത്. അതാ സെക്യൂരിറ്റി ഗാർഡ് ആയിരുന്നു. ഇവരെന്തായാലും തിരിച്ചു പോയിട്ടില്ല എന്ന് മൂപ്പർക്ക് മനസ്സിലായിരുന്നു. അവരാണെങ്കില് ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനില്ല, അവൻ എന്തോ ഒരു സാധനം പിടിച്ചോണ്ടുപോയി, ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട് ആകെ പേടിച്ചു പോയ ഗാർഡ് ഇവരെ പറയുന്നതൊന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് കടക്കണമെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് എന്തോ ഒന്ന് സെക്യൂരിറ്റി ഗാർഡിനെ പിടിച്ചു വലിച്ചോണ്ട് പോയി. ആ ഒരു കാഴ്ച കണ്ടു നിന്ന അവര് 3 പേരും അലറിക്കരഞ്ഞോണ്ട് പിന്നിലേക്ക് തിരിഞ്ഞോടാൻ തുടങ്ങി. അവസാനം ഒരു മുറിക്കകത്തേക്ക് കയറി ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഓഫാക്കി ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചിരുന്നു. അങ്ങനെ ഓടുന്ന സമയത്ത് സ്റ്റീവിന്റെ കൈയിന് പരിക്ക് പറ്റിയിരുന്നു. ഇത് കണ്ട നട്ടാഷ അവന്റെ മുറിവ് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്, ബ്ലഡ് നഷ്ടപ്പെടാതിരിക്കാൻ. ഇവരിനി എങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെടും? ആ സെക്യൂരിറ്റി ഗാർഡിനെ കണ്ടപ്പോ നമ്മളെ രക്ഷപ്പെട്ടു എന്ന് കരുതിയതാ, നമ്മളിനി എന്താ ചെയ്യാന്ന് പറഞ്ഞ് അവരാകെ പകച്ചിരിക്കുക. പക്ഷേ എത്ര നേരം അവരാ മുറിക്കകത്ത് ഒളിച്ചിരിക്കും? അവര് പിന്നെ ഒന്ന് തന്നെ ചിന്തിക്കാൻ നിന്നില്ല. പീറ്റ് മാപ്പൊക്കെ നോക്കി എക്സിറ്റിന്റെ അടുത്തേക്ക് നടന്നു. പക്ഷേ ആ മാപ്പില് ഒരു വഴി മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇവിടെ പല ഭാഗത്തേക്കായിട്ട് വഴികളുണ്ട്. ഇതിലേതായിരിക്കും പുറത്തേക്ക് കടക്കാനുള്ള വഴി? പീറ്റിന് യാതൊരു പിടുത്തവുമില്ല. ഈ ഒരു സമയത്ത് ആകെ വെപ്രാളപ്പെട്ട് പീറ്റ് നട്ടാഷയോട് ചോദിക്കും, ജോണിന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിയില്ലേ? അങ്ങനെയാണെങ്കിലേ ഇവരുടെ ബോസ് എന്തായാലും ഇവരെ കാണാതായാലേ പോലീസിനെ അറിയിക്കാതിരിക്കില്ല. എന്നാൽ ഇപ്പോഴാണ് ആ ഞെട്ടിക്കുന്നൊരു കാര്യം നട്ടാഷ അവരോട് പറയുന്നത്. ഇവരിങ്ങോട്ട് വരുന്ന കാര്യം അവള് ജോണിനോട് പറഞ്ഞിരുന്നില്ല. കള്ളം പറഞ്ഞാണ് നട്ടാഷ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ആകെ ദേഷ്യം വന്ന പീറ്റ്, നീ കാരണാണ് ഞങ്ങൾക്ക് ജിമ്മിനെ നഷ്ടപ്പെട്ടത്, അതും നിന്റെ ഒരാളുടെ മണ്ടത്തരം കാരണം. നിനക്ക് എന്താ വേണ്ടത്? സ്റ്റോറിയല്ലേ?
ദാ സംസാരിക്കെന്ന് പറഞ്ഞ് പീറ്റ് അവളുടെ ക്യാമറ പിടിച്ചു വാങ്ങി സംസാരിക്കി. നിന്റെ ഒരാളുടെ മണ്ടത്തരം കാരണം ജിമ്മിനെ നമുക്ക് നഷ്ടമായത് എങ്ങനെയാണെന്ന് നീ ക്യാമറ നോക്കി പറ. പീറ്റ് അവളോട് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ നടാഷയാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ ആകെ തകർന്നു നിൽക്കുകയാണ്. അടുത്ത സീനില് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പീറ്റും സ്റ്റീവും മുന്നോട്ട് തന്നെ നടന്നു. പിന്നാലെ തന്നെ ഒന്നും തന്നെ മിണ്ടാൻ കഴിയാതെ നടാഷയും. ഒരു വിധത്തിൽ അവരെ കറങ്ങി തിരിഞ്ഞെത്തിയത് ആ തടാകത്തിന്റെ അടുത്തേക്കാണ്. എന്നാൽ വെള്ളത്തിൽ നിന്ന് എന്തോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവര് വേഗം തന്നെ ഫ്ലാഷ് ലൈറ്റും ക്യാമറയൊക്കെ ഓഫാക്കി. മൊത്തം ഇരുട്ടായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ എന്താണെന്ന് അവർക്ക് കാണാൻ കഴിയില്ലല്ലോ. നടാഷ വേഗം തന്നെ നൈറ്റ് വിഷൻ ക്യാമറ വെച്ച് തടാകത്തിലേക്ക് നോക്കുമ്പോ അതാ സെക്യൂരിറ്റി ഗാർഡാണ്. അയാള് കണ്ണ് കാണാൻ കഴിയാതെ വേദന കൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. ആ ക്രീച്ചർ അയാളുടെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തിരുന്നു. പതിയെ പതിയെ ആ വെള്ളത്തിൽ നിന്ന് തിളങ്ങുന്ന കണ്ണുകളുമായിട്ട് ഒരു രൂപം അങ്ങനെ പൊന്തി വന്നു. എന്നിട്ട് അയാളുടെ തല പിടിച്ച് തിരിച്ച് ഗാർഡിനെ വെള്ളത്തിലേക്ക് പിടിച്ചു മുക്കാൻ തുടങ്ങി. എന്നാൽ ഈ ഒരു കാഴ്ച കണ്ടു നിന്ന നടാഷ അത് ആ ഗാർഡിനെ കൊന്നു, അത് നമ്മളെ കൊല്ലാനായിട്ട് വന്നോണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ആകെ ബഹളം വെക്കുന്നുണ്ട്. അവര് 3 പേരും മരണഭയത്തില് ആ ടണലിലൂടെ ഓടാൻ തുടങ്ങി. പിന്നാലെ തന്നെ ആ ക്രീച്ചറും ഉണ്ട്. ഓടി ഓടി അവസാനം അവര് ആ തുരങ്കത്തിലെ ഒരു വെൻ ഹോള് കണ്ടെത്തി. അതായത് മുകളിലെ സിറ്റിയാണ്. നടാഷ ആകെ പേടിച്ചു വിറച്ച് ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞ് ഒച്ച വെച്ച് കരഞ്ഞോണ്ടിരുന്നു. അവൾക്ക് തന്റെ കരച്ചിൽ അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോ സ്റ്റീവ് അവളോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചാ അത് നേരെ ഇങ്ങോട്ട് വരും, ഒന്ന് ഒച്ച വെക്കാതിരിക്കി. ഒരു കണക്കിനെ പീറ്റ് അവളെ സമാധാനപ്പെടുത്തി. ഇതൊന്നും നിന്റെ തെറ്റല്ല, നമുക്കൊന്നും പറ്റില്ല, നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ്. ഇനി എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകാനുള്ള വഴി കണ്ടെത്തണം, അല്ലാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒടുവിൽ അവര് മുകളിലേക്ക് കയറാനായിട്ട് മറ്റൊരു വഴി കണ്ടെത്തി. ആദ്യം സ്റ്റീവ് കയറി, പിന്നീട് നടാഷ, അവസാനം പീറ്റ് മുകളിലേക്ക് പൊത്തിപ്പിടിച്ച് കയറുന്ന സമയത്ത് പെട്ടെന്ന് പാടി വന്ന എന്തോ ഒന്ന് അവനെ പിടിച്ച് വലിച്ച് താഴെ കിട്ടു. അങ്ങനെ സ്റ്റീവിന്റെ കയ്യിലെ ക്യാമറയുടെ വെളിച്ചം കണ്ടതുകൊണ്ട് തന്നെ ആ ക്രീച്ചർ അവിടെ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് പീറ്റിന് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. അപ്പോ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം വെളിച്ചമാണ്. ഇത്ര നേരം ഇവർ എന്താ ചെയ്തിരുന്നത്? വെളിച്ചം കണ്ട അത് അവരെ ആക്രമിക്കുമെന്ന് കരുതി ലൈറ്റൊക്കെ ഓഫാക്കി ഇരുട്ടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോ വെളിച്ചം ഉണ്ടെങ്കിലേ എങ്ങനെയെങ്കിലും പുറത്തേക്ക് രക്ഷപ്പെടാന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ അവര് മുന്നോട്ട് നടക്കും തോറും ഫ്ലാഷ് ലൈറ്റ് പതിയെ പതിയെ മിന്നാൻ തുടങ്ങി. ഏതായാലും ബാറ്ററിയുടെ കാര്യത്തില് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് മുകളിലേക്കുള്ള വഴിയാണെന്ന് കരുതി അവർ ഇത്ര നേരം നടന്നത് ഒരു ഡെഡ് എൻഡിലേക്കായിരുന്നു. അങ്ങോട്ട് വഴിയില്ല. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അവർ ആ ടണലിനകത്ത് തളർന്നിരിക്കുന്ന നേരത്താണ് നടാഷ അവിടെ മരപ്പലക കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യ അറ കാണുന്നത്. പീറ്റും നടാഷയും ചേർന്ന് ആ പലകയൊക്കെ മാറ്റി അവർ ആ മുറിക്കകത്തേക്ക് ചെന്ന് നോക്കുമ്പോ മുന്നേ കണ്ടതുപോലെ തന്നെ ആ മുറി നിറയെ ബ്ലഡ് ആയിരുന്നു. എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ ചെയ്തതുപോലെ. അതുമാത്രമല്ല, 2 മനുഷ്യരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് വെച്ചിരിക്കുന്നു. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് അവര് കിളി മാറി നിൽക്കുന്ന നേരത്ത് ആ കറക്റ്റ് സമയത്ത് ക്യാമറയുടെ ലൈറ്റ് ഓഫായി. അതിന്റെ ബാറ്ററി തീർന്നുപോയി. 3 പേർക്കും മരണഭയമാണ്. സ്റ്റീവ് എങ്ങനെയൊക്കെയോ ബാറ്ററികൾ മാറ്റി മാറ്റി നോക്കി. ഒടുക്കം ലൈറ്റ് ഓണായി. എന്നാൽ അപ്പോഴേക്കും അതവരുടെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ആ ക്രീച്ചർ പീറ്റിനെയും സ്റ്റീവിനെയും ആക്രമിക്കുന്നത് കണ്ട് നടാഷ തന്റെ ജീവനം കൊണ്ട് ഒരു ഒറ്റ ഓട്ടാണ്. എങ്ങോട്ട് ഓടുന്നതെന്ന് അവൾക്ക് പോലും യാതൊരു പിടുത്തവുമില്ല. കയ്യില് ടോർച്ചില്ല, ആകെ നൈറ്റ് വിഷൻ ക്യാമറ മാത്രമേ ഉള്ളൂ. പീറ്റിന് എന്താ പറ്റിയേ, സ്റ്റീവിന് എന്താ പറ്റിയേ, ഇതൊന്നും നടാഷയ്ക്ക് അറിയില്ല. അവള് തന്റെ ജീവനും കൊണ്ടോടി ഇരുട്ടത്ത് ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചിരുന്നു. എന്നാൽ അങ്ങോട്ട് ഓടി വന്ന വെപ്രാളത്തില് അവള് താഴെ കിടന്നിരുന്ന ഗ്ലാസ് ബോട്ടിലൊക്കെ ചവിട്ടി പൊട്ടിച്ച് ആകെ ബഹളമായി. പിന്നെ പറയണോ, ആ ശബ്ദം കേട്ട് അങ്ങോട്ട് പാഞ്ഞു വന്ന ക്രീച്ചർ അവളെ പിടികൂടി. പിന്നീട് നടാഷയെ അത് വലിച്ചിഴച്ചോണ്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ക്രീച്ചർ നടാഷയെ തടാകത്തിലേക്ക് വലിച്ചിഴച്ചോണ്ട് പോയി അവളെ വെള്ളത്തില് മുക്കിക്കൊല്ലാൻ നോക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് വീണതും ബോധം തെളിഞ്ഞ നടാഷ മരണഭയത്തില് കരയാൻ തുടങ്ങി. ആ സമയത്തൊക്കെ തന്നെ അത് അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് വ്യക്തമല്ല. ഈ ഒരു സമയത്താണ് അവളുടെ കരച്ചിലും ബഹളമൊക്കെ കേട്ട് പീറ്റും സ്റ്റീവും അങ്ങോട്ട് ഓടി വരുന്നത്. അവര് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നടാഷയെ രക്ഷിക്കാനായിട്ട് ആ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി. സ്റ്റീവ് വേഗം തന്നെ നടാഷയെ രക്ഷപ്പെടുത്തി കരയിലേക്ക് കയറി. എന്നാൽ പീറ്റാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോ, ഞാനങ്ങ് വന്നേക്കാന്ന് പറഞ്ഞ് ആ ക്രീച്ചറിനെ തടയാനായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അത് അവരുടെ പിന്നാലെ തന്നെ ഓടി വരും. ഒടുക്കം ഒരു വിധത്തില് സ്റ്റീവും നടാഷയും ഓടി രക്ഷപ്പെട്ട് ആ പഴയ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ വെട്ടം വെളിച്ചൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ ക്രീച്ചർ അങ്ങോട്ട് വരില്ല. എന്നാൽ ഈ ഒരു സമയത്താണ് പീറ്റിന്റെ അലറി വിളിച്ചുള്ള കരച്ചിൽ കേൾക്കുന്നത്. അവൻ എന്താ പറ്റിയെന്നറിയാതെ 2 പേരും പീറ്റിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവന്റെ ശരീരത്തില് നിറയെ മുറിവുകളായിരുന്നു. ബ്ലഡൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടിരുന്നു. അവസാനം അവര് 3 പേരും ആ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തെത്തി. അവർ ആ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെത്തുമ്പോ ആളുകളൊക്കെ അവരെ കണ്ടാകെ പേടിച്ചുപോയി. നടാഷ ഒച്ച വെച്ച് കരഞ്ഞ് അവിടെ നിന്നിരുന്ന ഒരു ലേഡിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി നേരെ
എമർജൻസിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ മെഡിക്കൽ ടീംസും പോലീസൊക്കെ എത്തുമ്പോഴേക്കും പീറ്റ് ഒരുപാട് രക്തം നഷ്ടമായി മരിച്ചിരുന്നു. സ്റ്റീവിന് അത് വിശ്വസിക്കാനേ വയ്യ. ഒരൊറ്റ രാത്രി കൊണ്ട് അവന്റെ 2 സുഹൃത്തുക്കളെയും അവന് നഷ്ടമായി. അവര് ഇന്നലെ രാത്രി 10:30 ആ ടണലിനകത്തേക്ക് പോയത്. തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് രാവിലെ 7:15 മെഡിക്കൽ ടീംസ് എത്തിയിട്ടും നടാഷ പീറ്റിന്റെ ഡെഡ് ബോഡി ചേർത്ത് പിടിച്ച് കരഞ്ഞോണ്ടിരുന്നു. അവളെ പിടിച്ചു മാറ്റാനായിട്ട് അവരൊത്തിരി കഷ്ടപ്പെട്ടിരുന്നു. കാരണം അവൾക്കും പീറ്റിനെ ഇഷ്ടമായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം നായിക തന്റെ ജോലി ഉപേക്ഷിച്ചു. പിന്നെ സ്റ്റീവ് അവനിപ്പോഴും ഒരു TV ക്യാമറമാനായിട്ട് തന്നെ ജോലി ചെയ്യുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം സ്റ്റീവിന് പോലീസിനോടും തങ്ങളെ വിശ്വസിക്കാതിരുന്നവരോടും ഒരുതരം വെറുപ്പായിരുന്നു. ആരും തന്നെ ഈ കഥകളൊന്നും തന്നെ വിശ്വസിച്ചിരുന്നില്ല. ജിമ്മിന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഈ ഒരു ഉത്തരത്തിന് വേണ്ടി അവന്റെ ഫാമിലി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. അവനെ കണ്ടുപിടിക്കാനായിട്ട് ടണലിന്റെ വിഷ്വൽസും അവര് റെക്കോർഡ് ചെയ്തിരുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ പോലീസിനെ ഏൽപ്പിച്ചെങ്കിലും ഇതൊന്നും കാര്യമായ തെളിവുകളല്ലാന്ന് പറഞ്ഞ് പോലീസ് ഈ കേസ് തുടർന്നന്വേഷിക്കാനായിട്ട് തയ്യാറായില്ല. ഗവൺമെന്റും ആ ടണലിനകത്ത് അത്തരത്തിലൊരു നരഭോജിയായിട്ടുള്ള ക്രീച്ചർ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് എല്ലാ പ്രോജക്റ്റുകളും സ്റ്റോപ്പ് ചെയ്തത്. എന്നാൽ ഇതൊന്നും തന്നെ ജനങ്ങൾക്കറിയില്ല. ഇങ്ങനെയാണ് ദ ടണൽ എന്ന ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സപ്പോർട്ട് ചെയ്യാം.